ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് 5 വർഷം കൊണ്ട് തൃക്കരിപ്പൂരിനെ ഒരു സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഒരു ഗ്ലോബൽ ശ്രദ്ധ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റും. ജനങ്ങളുടെ ആത്യന്തികമായിട്ട് അവർക്ക് ഉപകാരം കിട്ടുകയോ അവരെ ജീവിതം മെച്ചപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടാകും. ഇടത് കോട്ട, വലത് കോട്ട, അത്തരം കോട്ടകൾ അങ്ങനെ ഉണ്ടാകരുത്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും സ്പേസ് വേണം, ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. എല്ലാവർക്കും മത്സരിക്കാനും ജനങ്ങളെ കാണാനും വോട്ട് ചോദിക്കാനും നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പോകാനും ജനങ്ങളുടെ ആഗ്രഹം നടത്താനുള്ള സാധ്യതകൾ വേണം. ലാസ്റ്റ് ഡേ ആണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ. എന്താണ് ഇപ്പോൾ ഉള്ളൊരു പ്രതീക്ഷ? എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾ വിജയപ്രതീക്ഷയും മാത്രമല്ല, വന്നിറങ്ങിയ നിമിഷത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനൊരു ആത്മവിശ്വാസം നൽകുന്ന മുഖങ്ങളാണ് തൃക്കരിപ്പൂരിൽ എവിടെയും കാണുന്നത്. ഒരു ചേഞ്ചിനുള്ള, ഒരു മാറ്റത്തിനുള്ള വല്ലാത്ത ആഗ്രഹവുമായിട്ടാണ് തൃക്കരിപ്പൂരിലെ ജനങ്ങളുള്ളത്. 60 വർഷമായില്ലേ, ഇനി ഒരു ചേഞ്ച് വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് UDF അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നുള്ളത് ഇവിടെ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളും, എന്തിനേറെ CPM-നെ സ്നേഹിക്കുന്ന നല്ല CPM-കാർ, ആ പാർട്ടി നന്നാവണമെന്ന് ആഗ്രഹമുള്ളവർ പോലും ഇത്തവണ CPM തോൽക്കണം, കാരണം ആ പാർട്ടി നന്നാവണം, നാട് നന്നാവണം ആഗ്രഹിക്കുന്നവർ മുഴുവൻ തവണ UDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ കാണാനുള്ളത് ഈ നിലയിലൊന്നും ചർച്ച ചെയ്യപ്പെടാറില്ല. എന്തായാലും ഏകപക്ഷീയമായി LDF ജയിക്കും എന്ന നിലയിലൊക്കെയാണ് മുന്നോട്ട് പോകാറ്. പക്ഷേ ഇത്തവണ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു താങ്കളുടെ വരവോടെ. അങ്ങനെ പ്രചാരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു 12 തവണയായിട്ട് 60 വർഷക്കാലം ഒരു പാർട്ടി ഭരിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ഡ്രോബാക്ക് ആയിട്ടുള്ളത്. കാരണം ഇവിടെ സംഭവിച്ചുള്ള വീഴ്ചകൾക്കൊക്കെ അവർ മറുപടി പറഞ്ഞേ മതിയാകും. 60 വർഷക്കാലമൊക്കെ ഒരു പാർട്ടിക്ക് അവസരം കിട്ടിയിട്ടും അവർക്ക് ഈ നാട്ടിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എങ്ങനെയാണ് അവർക്ക് സാധിക്കുക? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടൊരു 5 വർഷക്കാലം UDF-ന് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്തൊക്കെ മാറ്റം ഈ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്ന ഇത് ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സാണ്, അവരെല്ലാം ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇവർ കളിക്കുന്ന ഫെസിലിറ്റി നോക്കും. ഇവിടെയൊക്കെ ഇഞ്ചുറി പറ്റാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിലുള്ള ഒരു കോട്ടാണിത്. ഇവിടെ ഒരു സിന്തറ്റിക് കോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ എന്തായിരുന്നു വിഷമമുള്ളത്? പ്രത്യേകിച്ച് തൃക്കരിപ്പൂവിൻ്റെ ഒരു സ്പോർട്സ് കൾച്ചറുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഇത്രയും വൈവിധ്യമായിട്ടുള്ള, ഇപ്പം പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിതുവരെ കാണുക പോലും ചെയ്യാത്ത കളികൾ ട്രെയിനിങ് കൊടുക്കുന്നു കുട്ടികൾക്ക്. ഇപ്പം കഴിഞ്ഞ ദിവസം പോയപ്പോൾ എന്താ ടെന്നിക്കോയിട്ട് അവൻ അങ്ങനൊരു ഇവൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് കുട്ടികൾ അതിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ഗ്രാമാന്തരങ്ങളിൽ നിങ്ങൾക്ക് ഒരു നിരവധി ഫുട്ബോൾ ടീമുകളെ കാണാം. അവരെല്ലാവരും വലിയ ഗ്രൗണ്ടിൽ വന്ന് രാവിലെ പ്രാക്ടീസാണ്. ലെജൻസ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്, അവരെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ ബാസ്കറ്റ്ബോളിന് ട്രെയിനിങ് കൊടുക്കുന്നവരെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട മുതിർന്ന ആളുകൾ, അവരെല്ലാം സർവീസസിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അവരൊന്നും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇത് അവരൊരു എന്താ പറയുക, സ്പോർട്സ് ഒരു ഹൃദയവികാരമായി ഏറ്റെടുത്തുള്ള ജനതയാണ്. പക്ഷേ തിരിച്ച് ഗവൺമെൻറ് ഈ നാടിന് എന്ത് കൊടുത്തുള്ളൂ? അപ്പോൾ സ്പോർട്സ് ഒരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയം എന്ന് പറഞ്ഞൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് അകത്ത് പോയി നോക്കണം. അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇതിൽ ഫസ്റ്റ് ഉണ്ടാക്കിയതല്ല, അത് ഒരു മെയിൻ്റനൻസും ഇല്ല. അവിടെ കളിക്കാൻ പറ്റില്ല. കളിച്ചു കഴിഞ്ഞാൽ കാല് കേട് വരും കുട്ടികളെ. അതാണ് അവസ്ഥ. അപ്പോൾ തൃക്കരിപ്പൂർ ടൗണിലത്തെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, വളരെ മോശമാണ്. ഇപ്പോൾ ഒരു സ്കൂൾ ഞാനെടുത്ത് പോയി, അപ്പോൾ അവർക്ക് ഗ്രൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പണവും MLA ഫണ്ടെന്ന് പാസ്സാക്കി അവസാനം അവരെ പറ്റിച്ച പൈസ വിഡ്രോ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതുപോലെ ഇത്രയും നല്ലൊരു സ്പോർട്സ് കൾച്ചറുള്ള സ്ഥലം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ലഹരിയുടെയൊക്കെ വ്യാപനമുള്ളപ്പോൾ കുട്ടികളെ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്, സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഗവൺമെൻറ്റുകൾ തൃക്കരിപ്പൂരിനെ മാതൃകയാക്കണം. ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് 5 വർഷം കൊണ്ട് തൃക്കരിപ്പൂരിനെ ഒരു സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഒരു ഗ്ലോബൽ ശ്രദ്ധ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റും. പ്രത്യേകിച്ച് നമ്മൾ മിഡിൽ ഈസ്റ്റിലെ ക്ലബ്ബുകളുമായി സഹകരിച്ച് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ക്ലബ്ബുണ്ട്. അപ്പോൾ നമ്മുടെ തൃക്കരിപ്പൂവിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ സോഫ്റ്റ് പവർ ഉണ്ട്. ആ സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ KMCC, ഇൻകാസ്, OICC പോലെയുള്ള സംഘടനകളാണ്. അവർ മിഡിൽ ഈസ്റ്റിൽ നല്ല സ്വാധീനമുള്ള സംഘടനയാണ്. നമ്മൾ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഖത്തറിലെയും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെയും UAE-ലെയും ബഹ്റൈനിലെയും ഒക്കെ ക്ലബ്ബുകളുമായി സഹകരിച്ചൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം തൃക്കരിപ്പൂരുമായി ബന്ധപ്പെട്ട് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയി ട്രെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അതുപോലെ മലേഷ്യയിലെ ക്ലബ്ബുകളുമായിട്ട് നമ്മൾ ഓൾറെഡി അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. വിത്തിൻ 100 days തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 100 ദിവസത്തിന് അതിൻ്റെ മാറ്റങ്ങൾ തൃക്കരിപ്പൂരിൽ കാണാൻ സാധിക്കും. 100 ദിവസത്തെ പ്ലാൻ റെഡിയാണ്. അതായത് തൃക്കരിപ്പൂരിലെ ഇപ്പോൾ സന്ദീപ് വാര്യർ വന്നതിന് ശേഷം സന്ദീപ് വാര്യർ വലിയ ഓളം ഉണ്ടാക്കി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ഇതൊരു ഇടത് കോട്ടയല്ലേ, ഓളത്തിനപ്പുറത്തേക്കൊരു വിജയത്തിലേക്ക് എങ്ങനെ പോകുമെന്ന് ചോദിക്കുന്ന ചില കമൻറ്റുകളുമുണ്ട്. അതിനോടൊക്കെ എങ്ങനെയാണ് ഇത്തവണ കോട്ട തകർക്കുമോ? ഒന്ന്, ഈ ഇടത് കോട്ട, വലത് കോട്ട, അത്തരം കോട്ടകൾ അങ്ങനെ ഉണ്ടാകരുത്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും സ്പേസ് വേണം, ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം.
എല്ലാവർക്കും മത്സരിക്കാനും ജനങ്ങളെ കാണാനും വോട്ട് ചോദിക്കാനും നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പോകാനും ജനങ്ങളുടെ ആഗ്രഹം നടത്താനുള്ള സാധ്യതകൾ വേണം. ഇവിടെ അങ്ങനെ കോട്ടകൾ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇവിടെ ആ കോട്ടകൾക്കുള്ളിലേക്ക് വികസനത്തിൻ്റെ വെളിച്ചം ഇതുവരെ എത്താതെ പോയത്. ആ കോട്ടകൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് അവിടേക്ക് ആദ്യമായിട്ട് വികസനം എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ജനങ്ങളത് ആഗ്രഹിക്കുന്നത്. ഈ കോട്ടകൾ കെട്ടിടത്തൊക്കെ ആ കോട്ടകൾ പൊളിഞ്ഞു വീഴാൻ വളരെ എളുപ്പമാണ്. ബംഗാളിൽ കെട്ടിപ്പൊക്കിയ കോട്ട 35 കൊല്ലം കൊണ്ട് പൊളിഞ്ഞു വീണ് നമ്മൾ കണ്ടാണല്ലോ. ത്രിപുരയിൽ പൊളിഞ്ഞു വീണു. ലോകത്താകമാനമുള്ള അത്തരം കോട്ടകളിലൊക്കെ ഏകാധിപത്യ സ്വഭാവത്തോടെ ഭരിച്ചിട്ടുള്ള സകല ആളുകൾക്കും ദുരന്തപൂർണ്ണമായിട്ടുള്ള സമാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നത് ആലോചിക്കണം. ഇവിടെ അത്തരം ഒരു കോട്ടയും അത് ജനാധിപത്യത്തിൻ്റെ മാർഗ്ഗത്തിൽ ഞങ്ങൾ ആ കോട്ട ബ്രേക്ക് ചെയ്യും. ഇനി കോട്ടയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ഇവിടെ 11,000 വോട്ടുകളുടെ ലീഡ് UDF കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു അവകാശവാദമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊന്നും പറയാനില്ല. കോട്ടയാണെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ എന്തുകൊണ്ട് സ്പോർട്സ് ഫെസിലിറ്റീസ് കൊടുത്തിട്ടില്ല? ഇവിടെ എന്തുകൊണ്ട് ചീമേനിയിലെ IT പാർക്ക് ഉമ്മൻചാണ്ടി സാർ പ്രപ്പോസ് ചെയ്ത IT പാർക്ക് ലാൻഡ് അക്വയർ ചെയ്ത് കൊടുത്തിട്ടും എന്തുകൊണ്ട് അത് നടപ്പാക്കാൻ 10 കൊല്ലം കൊണ്ട് കഴിഞ്ഞില്ല? ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എന്തുകൊണ്ട് പരിഹരിച്ചിട്ടില്ല? തീരദേശ മേഖലയിലെ വറുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിൽ എന്തുകൊണ്ട് ആവശ്യത്തിന് കടൽ ഭിത്തി നിർമ്മിച്ചിട്ടില്ല? കടലെടുക്കുന്ന പ്രശ്നമുണ്ട്. മലയോര മേഖലയിലെ വന്യമൃഗശല്യം എന്തുകൊണ്ട് പരിഹരിച്ചിട്ടില്ല? കർഷകരുടെ കാർഷികങ്ങൾക്ക് വിലയില്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് പരിഹരിച്ചിട്ടില്ല? ആവശ്യത്തിന് ട്രാൻസ്പോർട്ട് ബസ്സുകളോ ഒന്നും ഇപ്പോഴും വലിയ ഗതാഗത ക്ലേശം അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ് മലയോര മേഖല. എല്ലാ സ്ഥലങ്ങളും ഇവിടുത്തെ റെയിൽവേ ഗേറ്റുകളുടെ പ്രശ്നം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ ഗേറ്റുകളുടെ ടൗണാണ്. ഇതൊന്നും പരിഹരിക്കാത്ത എന്താണെന്നുള്ള അടിസ്ഥാനപരമായി ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. 60 കൊല്ലം കിട്ടി, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കോട്ടയാണ് പറഞ്ഞത്. ജനങ്ങൾക്ക് കൊല്ലം കിട്ടണ്ടേ? ജനങ്ങളുടെ ആത്യന്തികമായിട്ട് അവർക്ക് ഉപകാരം കിട്ടുകയോ അവരെ ജീവിതം മെച്ചപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടാകും. ഇത് ജനങ്ങൾ ഒന്നിറങ്ങി, ഇത് UDFൻ്റെ പ്രവർത്തകർ മാത്രമല്ല, നിങ്ങൾ പുറത്തിറങ്ങി സാധാരണക്കാരെ ജനങ്ങൾ ചോദിച്ചോളൂ, അവർ മാറ്റത്തിന് തയ്യാറായിട്ട്. ഒരു പ്രഡിക്ഷൻ പോകുന്നുണ്ടോ? എങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്ക് പോകുന്നുണ്ടോ? അല്ല, പ്രഡിക്ഷൻ്റെ ആവശ്യമില്ല. ഇത് UDF ജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. UDF ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഐതിഹാസികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചെയ്യുന്നതും ഇത് ചരിത്രപരമായിട്ടുള്ള മുഹൂർത്തമാണ്. ആദ്യമായി ജനാധിപത്യത്തിൻ്റെ ഒരു പൊൻകിരണങ്ങൾ തൃക്കരിപ്പൂവിൻ്റെ മണ്ണിൽ പതിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ആ ചരിത്രപരമായ നിമിഷത്തിൽ പങ്കാളികളാവാൻ വേണ്ടി ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്പെൻഡ് ചെയ്തുകൊണ്ട് ടിക്കറ്റ് എടുത്ത് പ്രവാസി മലയാളികൾ തൃക്കരിപ്പൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ നിന്ന്, ബംഗളൂരുവിൽ നിന്ന് ആളുകൾ സ്വമേധയാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റാണ്. 60 വർഷമായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസി എന്നവർ പറയുമ്പോൾ ഈ ജനങ്ങളെ ഇതുപോലെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള 60 വർഷക്കാലം അതിന്നൊരു മോചനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. 2-3 തലമുറയായിട്ട് അവർ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു വോട്ട് പോലും പാഴാക്കാതെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ എല്ലാ ആളുകളും ഒരേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഐതിഹാസികമായിട്ടുള്ള വിജയത്തിലേക്ക് UDF പോവുകയാണ്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തൃക്കരിപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്ദീപ് വാര്യർ ഉള്ളത്. ഒരു മാറ്റമുണ്ടാകും, ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ഇത്തവണ തൃക്കരിപ്പൂരിൽ ഉണ്ടാകും എന്നതാണ് അദ്ദേഹം പറയുന്നത്.